പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസങ്ങൾ ഓരോന്നും പുതിയ പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ച് ഓരോ വീഡിയോസുമായി നിങ്ങളുടെയൊക്കെ മുന്നിലെത്തുന്നതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. യൂട്യൂബ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. ശരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ് യൂട്യൂബിൻ്റെ കാര്യങ്ങളും. പുതിയ പുതിയ ചെടികൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് മനസ്സിലാകെ ഉണ്ടാകുന്ന ഒരു ആദിയുണ്ട്, ഇനിയും പുതിയ ചട്ടികൾ വാങ്ങണമല്ലോ എന്ന്. പിന്നീടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇൻഡോർ പ്ലാന്റുകൾ വെക്കാനുള്ള ഒരു സ്ഥലം. മഴയും വെയിലും ഒന്നും കൊള്ളാത്ത ഭാഗങ്ങൾ വേണം നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡുകൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടത്. അങ്ങനെ ആ ഒരു വീഡിയോ എനിക്ക് കൂടുതലൊരു പ്രതീക്ഷ തന്നു. അടുക്കി പെറുക്കി വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് തയ്യാറാക്കിയാൽ നമുക്കും പ്ലാന്റുകളെ ഭംഗിയോടെ സെറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ അതിലൂടെ ഞാൻ പഠിച്ചു. പുറത്ത് നിന്ന് ഒരു സ്റ്റാൻഡ് പർച്ചേസ് ചെയ്യാൻ അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ആശാരിപ്പണിയും പഠിച്ചത്. എൻ്റെ പ്ലാന്റുകൾ വെക്കാനുള്ള ഒരു ചെറിയ സ്റ്റാൻഡ് ഞാനും ഉണ്ടാക്കിയെടുത്തു. ഒട്ടും പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും എൻ്റെ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മതി, എന്നാലും ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു സ്റ്റാൻഡ് പണിയാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് റീപ്പറാണ്. വളരെ വൃത്തിയായി കട്ട് ചെയ്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് റീപ്പർ ലഭിക്കുന്നത്. പിന്നീട് നമ്മൾ ഓരോ അളവിനനുസരിച്ച് ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. വിശദമായി ഈ ഒരു വീഡിയോ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്തെടുത്ത രീതി ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. എനിക്ക് വേണ്ട അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ മുള്ളാണി അടിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആണി അടിച്ച ഗ്യാപ്പിലൊക്കെ നമുക്ക് പശയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കുകയും ചെയ്യണം. അത്യാവശ്യം നല്ല രീതിയിൽ ഉരുണ്ട് മറിഞ്ഞ് എൻ്റെ സ്റ്റാൻഡ് ഞാൻ ഓരോ പീസുകളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കൈയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. എന്നാലും അവസാനം നമ്മളെ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ മനസ്സിനുണ്ടായ ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. മൺചട്ടിയൊന്നും ഈ സ്റ്റാൻഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. മൺചട്ടികൾക്ക് പ്രത്യേകിച്ച് വെയിറ്റ് കൂടുതലാണല്ലോ. ഫൈബറിൻ്റെ സെൽഫ് വാട്ടറിങ് പോട്ടൊക്കെ നമുക്ക് വളരെ ഭംഗിയായി തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ റീപ്പർ വാങ്ങുന്നത് ഗ്ലാസ് കടകളിൽ നിന്നാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിനുള്ള ഓരോ പോർഷനുകളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി അത് മൊത്തത്തിലുള്ള സെറ്റിങ്സിനാണ് നമുക്ക് കൂടുതലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. എന്നാൽ പോലും വളരെ ഭംഗിയായി ഞാൻ ആ ഒരു ജോലി പൂർത്തീകരിച്ചിട്ടുണ്ട്. മൊത്തം 12 പോട്ടുകൾ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊരു സ്റ്റാൻഡ് നമുക്ക് ഒരുപാട് സ്ഥലം ലാഭമായി കിട്ടുകയും ചെയ്യും. പോട്ടിൻ്റെ ഒരു ഭംഗി കൂടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതുപോലെ ഉണ്ടാക്കിയെടുത്ത മറ്റൊരു സ്റ്റാൻഡാണിത്. ഈ ഒരു സ്റ്റാൻഡിൽ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പോട്ടുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെളിച്ചം തട്ടേണ്ട പ്ലാന്റുകളാണ് ഈ ഒരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റായിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാനുള്ള അറിവൊന്നുമില്ല. എൻ്റേതായ ഒരു ഐഡിയയിലാണ് ഞാനിത് പണി കഴിപ്പിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ അളവിനും നിങ്ങളുടെ ഐഡിയക്കും അനുസരിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം. വളരെ കട്ടി കുറഞ്ഞ പീസുകളായതുകൊണ്ട് തന്നെ മുറിച്ചെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ കൂടുതൽ വെയിറ്റുള്ള ചട്ടികളൊന്നും നമുക്കിതിന്മേൽ സ്ഥാപിക്കാൻ കഴിയുകയില്ല.
മൺപോട്ടുകളൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഇരുമ്പിൻ്റെ സ്റ്റാൻഡുകൾ തന്നെയാണ് നല്ലത്. എന്നാലും വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഏത് ഭാഗത്താണ് നമ്മൾ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ഭാഗം അളവെടുത്ത് ഏതൊരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചിത്രം വരച്ച് എടുക്കുക. പിന്നീട് ആ ഒരു അളവിനനുസരിച്ച് കട്ട് ചെയ്ത് കംപ്ലീറ്റ് മാറ്റി വെച്ചതിന് ശേഷം ആണിയടിച്ച് ഉറപ്പിച്ച് കൊടുക്കുക. ഈ ഒരു റീപ്പർ കൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം. റീപ്പർ കൊണ്ട് വളരെ വെറൈറ്റി ആയ പല പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയും ഇതുപോലെ പുതിയ പുതിയ ഐഡിയകളും വിഷയങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.